നമസ്കാരം. റാഫ്ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ കേരളത്തിൻ്റെ സ്വന്തം ലീഗായ സൂപ്പർ ലീഗ് കേരളക്ക് ഇന്ന് കിടിലൻ തുടക്കമായിരിക്കുകയാണ്. ഉദ്ഘാടന മത്സരത്തിൽ ഫോഴ്സ കൊച്ചിയെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലിട്ട് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് മലപ്പുറം തങ്ങളുടെ വിജയക്കുതിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. മലപ്പുറം എഫ്.സിക്ക് വേണ്ടി പെഡ്രോ മാൻസിയും ഫസലുർ റഹ്മാനുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ഈ മത്സരം നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ ജോൺ ഗ്രിഗറിയുടെ കീഴിലെ മലപ്പുറം എഫ്.സി ഒരു ട്രീറ്റ് ടു വാച്ച് എന്ന രൂപത്തിൽ തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. ഈ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മലപ്പുറം എഫ്.സിക്ക് ഈ ലീഗിൽ തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അത്തരത്തിലുള്ള സൂചനകളാണ് ലഭിച്ചത്. ക്വാളിറ്റി ഫുട്ബോളാണ് മലപ്പുറം എഫ്.സിയിൽ നിന്ന് വന്നത് എന്നർത്ഥം. അതേസമയം ഫോഴ്സ കൊച്ചിയുടെ ഭാഗത്ത് നിന്ന് അവർ അത്രയധികം പ്രിപ്പയർഡ് ആണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയില്ല. ഒരല്പം പാനിക്കായി പോയിരുന്നു അവരുടെ താരങ്ങൾ എന്ന് തോന്നി എന്ന് മാത്രമല്ല, ഫൈനൽ തേർഡിലൊക്കെ അവർ തീർത്തും നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. മത്സരത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മികച്ച രൂപത്തിലാണ് മലപ്പുറം എഫ്.സി തുടങ്ങിയത്. ഫോഴ്സ കൊച്ചി ഒരല്പം സ്ലോവിലാണ് തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ തുടക്കത്തിൽ കിട്ടിയിട്ടുള്ള ആ ഒരു അഡ്വാൻറ്റേജ്, ഇനീഷ്യൽ അഡ്വാൻറ്റേജ് മലപ്പുറം എഫ്.സി പൂർണ്ണമായിട്ടും മുതലെടുക്കുകയും ചെയ്തു. കളിയിൽ മലപ്പുറം എഫ്.സിയുടെ ഭാഗത്ത് അവർക്ക് വേണ്ടി കളി മെനഞ്ഞുകൊണ്ട് വെയിറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ മുന്നേറ്റങ്ങൾ നയിക്കാൻ പെഡ്രോ മാൻസിയും ഫസലുർ റഹ്മാനും ഉണ്ടായിരുന്നു. വലതുപാർശ്വത്തിൽ നന്ദു വളരെ മികച്ച പ്രകടനം നടത്തി. ഗോൾ കീപ്പർ മിഥുൻ, പിന്നെ അനസ് എടത്തൊടികയും ഗാഡ്സസും ചേർന്നുകൊണ്ടുള്ള ഡിഫൻസിലെ കൂട്ടുകെട്ടും മികച്ചതായിരുന്നു. അങ്ങനെ അവര് മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാഴ്ച. മറുഭാഗത്താണെങ്കിൽ സുഭാഷിഷ് ആണ് ക്യാപ്റ്റനായിട്ട് ഫോഴ്സ കൊച്ചിയുടെ വലകാക്കാനുണ്ടായിരുന്നത്. റാഫേൽ അഗസ്റ്റോയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവരുടെ നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ നീക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ടുണീഷ്യൻ താരം ഒമഴയൻ അദ്ദേഹം നഷ്ടപ്പെടുത്തിയ ആ അവസരത്തിന് വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്തു. മത്സരത്തിലേക്ക് നമ്മൾ വന്നാൽ ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിലെ ആ അഡ്വാൻറ്റേജ് അത് ശരിക്കും മുതലാക്കി എതിരാളികൾ നിലയുറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മലപ്പുറം എഫ്.സി ഗോൾ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. 3-ാമത്തെ മിനിറ്റിൽ വലതു പാർശ്വത്തിൽ നിന്ന് കിടിലൻ ഒരു ക്രോസ് വരുന്നു. അത് പെഡ്രോ മാൻസി വലയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അവിടെ യഥാർത്ഥത്തിൽ സുഭാഷിഷ് ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, ഫോഴ്സ കൊച്ചിയിലെ ഡിഫൻഡർമാരും ഉണ്ടായിരുന്നു. അവർ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല. ആ ഒരു ചെറിയ മൊമെന്റ് മതിയായിരുന്നു പെഡ്രോ മാൻസിയെ പോലുള്ളൊരു താരത്തിന് പന്ത് വലയിലേക്ക് എത്തിക്കാൻ. അവിടെ മുതൽ കൊച്ചി പുറകിൽ പോയിരുന്നു. പിന്നെ കൊച്ചി പതുക്കെ താളം പിടിച്ച് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ മലപ്പുറം എഫ്.സിയുടെ ബോക്സിലേക്ക് കടന്നുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ അവർക്ക് യഥാർത്ഥത്തിൽ കഴിയുന്നുണ്ടായിരുന്നില്ല. 1-2 തവണ അവർ വന്നപ്പോൾ അനസെടത്തുടുകയും അതുപോലെ ഗേൾസസും ഒക്കെ അത് തടഞ്ഞിടുകയും ചെയ്തു. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതേസമയം മലപ്പുറം എഫ്.സി മുഴുവൻ സമയവും ഡൊമിനേറ്റ് ചെയ്തെന്നല്ല, അവർ വളരെ കാം ആൻഡ് കളക്റ്റഡ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഒരു തരത്തിലുള്ള പാനിക് ആവുന്ന സിറ്റുവേഷനും ഉണ്ടായിരുന്നില്ല. ആ ഷെയ്പ്പ് അവർ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്തു. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് 40-ാമത്തെ മിനിറ്റിൽ പെഡ്രോ മാൻസിയുടെ അസിസ്റ്റിൽ നിന്ന് ഫസലുവിൻ്റെ ഗോൾ പിറക്കുന്നത്. ആ ഒരു ഫ്രീ കിക്ക് അവരെടുത്ത രീതി അത് കൃത്യമായിട്ട് അവർ ഗൃഹപാഠം ചെയ്തെടുത്തത് തന്നെയാണ്. ആ ഒരു ക്രോസ് വരുമ്പോൾ പെഡ്രോ മാൻസി അവിടെ ഫ്രീ ആണ്. എങ്ങനെയാണ് പെഡ്രോ മാൻസിയുടെ കാലിബറുള്ള ഒരു സ്ട്രൈക്കറെ പെനാൽറ്റി ബോക്സിൽ ഇത്തരം സെറ്റ് പീസ് സിറ്റുവേഷനുകളിൽ ഫ്രീ ആക്കി വിടാൻ കഴിയുക? അങ്ങനെ ഫ്രീ ആക്കി വിട്ടാൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ഇന്ന് ഫോഴ്സ കൊച്ചി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം അത് കിടലിനായിട്ട് ഹെഡ് ചെയ്ത് ഇട്ടുകൊടുക്കുന്നു ഫസലുവിന്. ഫസലു അത് വലയിലേക്ക് എത്തിക്കുകയും ചെയ്തു. 2-0 40-ാമത്തെ മിനിറ്റിൽ. പിന്നെ തിരിച്ചടിച്ചേ പറ്റൂ. ഹാഫ് ടൈമിന് മുമ്പ് തിരിച്ചടിക്കണം. അതിനുള്ള അവസരം യഥാർത്ഥത്തിൽ ഫോഴ്സ കൊച്ചിക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ടുണീഷ്യൻ താരം ഒമഴയന് കിട്ടിയ കിടിലനൊരു അവസരമുണ്ടല്ലോ, അതെങ്ങനെയാണ് അദ്ദേഹം മിസ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുകയുള്ളൂ. പന്ത് പുറത്തേക്ക് പോയി. അല്ലായിരുന്നെങ്കിൽ 2-1 എന്ന രൂപത്തിൽ ഇടവേള സമയത്ത് പോയിരുന്നെങ്കിൽ കളിയുടെ രൂപം തന്നെ മാറുമായിരുന്നു. ഹാഫ് ടൈം ടീം ടോക്കിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാകുമായിരുന്നു. ആത്മവിശ്വാസത്തോടുകൂടി ഫോഴ്സ കൊച്ചി 2-ാം പകുതിയിൽ പോരാടാൻ എത്തുമായിരുന്നു. പക്ഷേ 2-0 എന്നുള്ളത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. 2-ാം പകുതിയിൽ യഥാർത്ഥത്തിൽ ഫോഴ്സ കൊച്ചി കുറച്ചുകൂടി ഒരു ഇന്റൻസിറ്റി ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും അവർക്ക് ഫൈനൽ തേർഡില്
വലിയൊരു ഭീഷണി മുഴക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റാഫേൽ അഗസ്റ്റോയിലേക്ക് പന്ത് എത്തുന്നത് തടയുക എന്നുള്ളതാണ് മലപ്പുറം FC ചെയ്തുകൊണ്ടിരുന്നത്. റാഫേൽ അഗസ്റ്റോയ്ക്ക് പന്ത് കിട്ടി അദ്ദേഹം നീക്കങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ഘട്ടത്തിലാവട്ടെ അദ്ദേഹത്തിന്റെ സഹതാരങ്ങൾ ആ ഒരു നിലവാരത്തിനകത്ത് ഉയരുകയും ചെയ്യാതെ പോയത് ഫോഴ്സ കൊച്ചിക്ക് വലിയ തിരിച്ചടിയായിട്ട് മാറുകയും ചെയ്തിരുന്നു. അതേസമയം കളി പുരോഗമിക്കവേ ഇരുഭാഗത്തും സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടായി. ഇപ്പൊ മലപ്പുറം FC യുടെ ഭാഗത്താണെങ്കിൽ ബുജൈർ കളിക്കളത്തിലേക്ക് വന്നു, അതുപോലെ തന്നെ അലക്സ് സാഞ്ചസിനെ കളിക്കളത്തിലേക്ക് വിട്ടു. എന്നാൽ പിന്നീട് അങ്ങനെ കാര്യമായിട്ടുള്ള അവസരങ്ങളും ഗോളിലേക്കുള്ള ലക്ഷ്യം വെക്കലുകളും ഒന്നും സംഭവിച്ചില്ല. എതിരാളികൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഷെയ്പ്പ് നഷ്ടപ്പെടാതെ നിന്ന് പൊസിഷൻ കീപ്പ് ചെയ്ത് കളിച്ചു എന്നുള്ളതാണ് മലപ്പുറം FC യുടെ പ്രത്യേകത. അവരൊരിക്കലും പാനിക്കായില്ല, വളരെ കാമായിരുന്നു. അത് പരിശീലകരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. മരിയ ലാമോസ് കാമാവുന്നതിനെ കുറിച്ചൊക്കെ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞെങ്കിലും ഇന്ന് അങ്ങനെയല്ല നമ്മൾ അദ്ദേഹത്തെ സൈഡ് ലൈനിൽ കണ്ടത്. അതേസമയം ജോൺ ഗ്രിഗറി വളരെ കാമായിരുന്നു. അവരുടെ സ്വഭാവം പോലെ തന്നെയാണ് കളിക്കളത്തിൽ അവരുടെ ടീമുകളും പെരുമാറിയത് എന്ന് വേണമെങ്കിൽ പറയാം. കളി അവസാന ഘട്ടത്തിലും ശ്രമങ്ങളൊക്കെ ഫോഴ്സ കൊച്ചിയുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും ഒന്നുപോലും മലപ്പുറം FC-യുടെ ഗോൾ കീപ്പറെ പരീക്ഷിക്കുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഗോൾ വലയത്തിലേക്ക് പന്തെത്തിക്കാൻ പറ്റുന്ന തരത്തിലോ ഉള്ളതായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മത്സരം ഒടുവിൽ 2-0 മലപ്പുറം FC വിജയിച്ച് കയറുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ വിജയം മലപ്പുറം FC-ക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. കാരണം എവേ മത്സരമാണ്, എതിരാളികളുടെ ഗ്രൗണ്ടിൽ പോയി വിജയിച്ച് കയറി നിന്ന് ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ചരിത്രം കുറിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മലപ്പുറം FC-ക്ക് വേണ്ടി ആദ്യ ഗോൾ അടിച്ച പെഡ്രോ മാൻസി SLK ഉള്ളിടത്തോളം കാലം അദ്ദേഹം റെക്കോർഡ് ബുക്കിൽ ഉണ്ടാകും. SLKയിലെ ചരിത്രത്തിലെ ആദ്യത്തെ ഗോൾ അദ്ദേഹത്തിന് വകയാണ്. ചരിത്രത്തിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള SLKയിലെ ഗോൾ അല്ലെങ്കിൽ മലയാളി ഗോൾ വന്നത് ഫസൽ റഹ്മാനിലൂടെയാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് ചരിത്ര നിമിഷമായിരുന്നു. ആ ചരിത്ര നിമിഷത്തിൽ മലപ്പുറം FC-യുടെ താരങ്ങൾ തങ്ങളുടെ പേരുകൾ എഴുതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറം FC-യെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ക്വാളിറ്റി ഫുട്ബോൾ തന്നെയാണ് അവർ കളിച്ചത്. അതിലവർക്ക് വലിയ രൂപത്തിൽ ആത്മവിശ്വാസം കൊള്ളാം. ഇനിയുള്ള മത്സരങ്ങൾക്ക് അവർക്കത് ഊർജ്ജം നൽകുകയും ചെയ്യും. അതേസമയം ഫോഴ്സ കൊച്ചിയുടെ ഭാഗത്ത് കാര്യങ്ങൾ ഒന്നുകൂടി സെറ്റിൽ ആവാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ അവരുടെ കോച്ച് പറഞ്ഞല്ലോ, ഈ കളി ഫസ്റ്റ് മാച്ചാണ്, ഞങ്ങൾ ഈ 2 ആഴ്ച ചെയ്തതിന്റെ ഫലം എന്താണ്, ഞങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു മത്സരമായിട്ട് ഇതിനെ കാണുന്നുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, ആ മിസ്റ്റേക്ക് എനിക്ക് ഫിക്സ് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് വർക്കില്ല, അപ്പൊ എനിക്ക് ഫിക്സ് ചെയ്യാൻ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ എന്ന് മരിയ ലാമോസ് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും ഫിക്സ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും മലപ്പുറം FC അർഹിച്ച വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.